നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ. ഞാൻ ഇന്ന് വീട്ടിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഞാൻ എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വീട്ടിൽ പാചകം ചെയ്യുക. ഞാൻ അധികം മിക്കവാറും ദിവസം വീട്ടിൽ ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കുക തന്നെ ചെയ്യാം കേട്ടോ. ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ എടുക്കാനൊക്കെ ഓട്ടങ്ങളുള്ള സമയത്ത് നമുക്ക് കഴിയില്ല. അപ്പം ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട്. കാരണം ഇന്നലെ ഷൊർണൂരായിരുന്നു. അപ്പോൾ കുറേ നേരം രാത്രി വൈകിട്ടാണ് വന്നത് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രീ ആയി. ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാനും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്താ അറിയോ? അവിയൽ. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കൈപ്പയ്ക്ക, ഒരാളല്ലേ ഉള്ളൂ, അത്ര മതിയല്ലോ. ഒരു കൈപ്പയ്ക്ക, ഒരു മുരിങ്ങക്കായ, 2 ക്യാരറ്റ് ഒക്കെ നേരാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേന, കായ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, 100-150 ഗ്രാം ബീൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് അമര, ഈ സാധനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്കത് ഉണ്ടാക്കാം, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം ദിവസമൊക്കെ വീട്ടിൽ തന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ചോറ് വയ്ക്കും, അതുപോലെ തന്നെ ചോറിപ്പോൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചോറ് വെള്ളം അടുപ്പത്തിട്ടിരിക്കുക, പിന്നെ തിളച്ച് കഴിഞ്ഞാൽ കഴുകിയിടുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലേ, ചേനയും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ചിരങ്ങണം. തൈര് വാങ്ങിയിട്ടുണ്ട്, കട്ടത്തൈര്. ഞാൻ പുളിയുള്ള തൈര് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം. ഓക്കെ, നീളത്തിൽ അരിഞ്ഞുണ്ടാക്കാം കേട്ടോ. ഒന്ന് കൈപ്പയ്ക്ക, മുരിങ്ങക്കായായി. കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഇനി നമുക്കിത് വേവിക്കാം. ആവശ്യത്തിന് ജീരകവും തേങ്ങയും. അപ്പം ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് തേങ്ങയും ജീരകവും കൂടി, അതുപോലെ തന്നെ നല്ല കട്ട തൈര് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇറക്കിയിട്ട്. അപ്പം ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇപ്പോൾ റെഡിയാവും കേട്ടോ. അപ്പം നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ അവിയലാണ്. പിന്നെ ഒരു 2-3 കൊണ്ടാട്ടമുളക്, തൈരിലിട്ട കൊണ്ടാട്ടമുളകാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.